നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ഒരു ഈവനിങ് വ്ളോഗാണ്. നമ്മൾ കുറച്ച് ഷോപ്പിംഗ് കുറച്ച് കാര്യങ്ങളായിട്ട് വീഡിയോയിലേക്ക് പോയാലോ. ബാ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പർച്ചേസിന് വേണ്ടി കല്ലുവാക്കലായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും മന്നിയുണ്ട്, നമ്മുടെ സ്വന്തം സാരഥിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ കല്ലുവാക്കൽ ജംഗ്ഷനിലേക്ക് പോകാൻ. ഈ സമയത്ത് ജംഗ്ഷനിൽ പോകണമെങ്കിൽ നല്ല കിടിലൻ ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും. നല്ല വെജിറ്റബിൾസ് ഒക്കെ വാങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് കല്ലുവാക്കൽ ജംഗ്ഷൻ മാർക്കറ്റിലൊക്കെ പോയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ കല്ലുവാക്കൽ ജംഗ്ഷൻ നമ്മുടെ. അപ്പോൾ നമുക്ക് ഈ അണ്ടർപാസ് കഴിഞ്ഞ് നമുക്ക് ഈ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് അപ്പുറത്തൊരു കടയിലോട്ടൊന്ന് പോകണമായിരുന്നു. കണ്ടോ, നമ്മുടെ അണ്ടർപാസൊക്കെ നല്ല കിടിലായിട്ട് വർക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഫിനിഷായി. ഇനി റോഡൊക്കെ ഒന്ന് നേരെ ആയ ശേഷം വേണം എനിക്ക് എൻ്റെ വണ്ടിയായിട്ട് പറന്ന് കൊട്ടിയത്തേക്കൊന്ന് പോകാൻ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പച്ചക്കറി വാങ്ങാനായിട്ട് വന്നു. കല്ലുവാക്കൽ ജംഗ്ഷനിൽ തന്നെയുള്ളൊരു കടയിൽ നിന്നാണ് നമ്മൾ സ്ഥിരം പച്ചക്കറി വാങ്ങിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ, അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങണമെന്ന്. കാരണം തോരപ്പരിപ്പ്, എണ്ണ, ഉള്ളി അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നു പോയി. നമ്മളിപ്പോൾ ഒരു മാസത്തേക്ക് എങ്ങനെയൊക്കെ കണക്കൂട്ടി വാങ്ങിയാലും ഇടയ്ക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ തീർന്നു പോകത്തില്ലേ. അങ്ങനെ നമ്മൾ പിന്നെ സാധനങ്ങളും കൂടെ വാങ്ങിക്കാൻ കയറി. അപ്പോൾ ഞാൻ ഈ കിടന്ന എക്സ്പ്രഷനൊക്കെ മഞ്ഞ ഇടയ്ക്ക് നിന്ന് കൗണ്ടർ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കൗണ്ടറിനനുസരിച്ച് ഓരോന്ന് കാണിക്കുന്നതാണ് കോപ്രായങ്ങളെല്ലാം. തീ വിലയും എടുക്കണം. തീ വില 345. വിനാഗിരി ഇല്ലല്ലോ. വിനാഗിരി വെരി കോസ്റ്റ്ലി. അങ്ങനെ വെളിച്ചെണ്ണേരെ വിലയെന്ന് കണ്ട് കണ്ണിൻ തള്ളി നിൽക്കുന്നതാണ് കേട്ടോ ഞാൻ. എന്തൊരു വിലയാണ്, 375 365 രൂപയൊക്കെ 1 കിലോ വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്താൽ നമ്മളിപ്പം ഒരു സാധനം മാത്രം നോക്കിയിട്ടൊന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുക്കുന്നെങ്കിൽ എല്ലാ ബ്രാൻഡും നോക്കി അതിലേറ്റവും വില കുറഞ്ഞതും അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ളതും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. നമ്മൾ ഓടിപ്പോയി ഒറ്റയടിക്കൊരു പർച്ചേസ് ഒന്നും ഞാൻ ചെയ്യാറില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങ എടുക്കാൻ പോകുമായിരുന്നേ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് നമുക്ക് ബൾക്കായിട്ട് കുറച്ച് തേങ്ങ തരും. 30, 40, 50 തേങ്ങയൊക്കെ ഞാൻ അങ്ങനെ വാങ്ങിക്കാറുണ്ട്. എന്നാലും പിന്നെ നമുക്ക് തീർന്നു പോകും ഇടയ്ക്ക്. അപ്പോൾ ഇടയ്ക്ക് തീർന്നു പോകുമ്പോഴത്തേക്കും നമ്മൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി തേങ്ങ വാങ്ങും. ഞാൻ എൻ്റെ കയ്യിൽ ബെൽറ്റ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഇടയായിട്ട് എനിക്ക് ഭയങ്കര കൈവേദനയാണ്. സ്കൂട്ടിയും കൂടെ ഓടിക്കുന്നതുകൊണ്ടാണെന്നറിയില്ല, നല്ല വേദനയാണ്. അപ്പോൾ ഇച്ചിരിയെങ്കിലും വെയിറ്റ് എടുക്കണമെങ്കിൽ എനിക്ക് കയ്യിൽ ബെൽറ്റ് ഇല്ലെങ്കിൽ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയായി. അങ്ങനെ ഇവിടെ തേങ്ങ കിലോയ്ക്ക് 67 രൂപയാണ് കേട്ടോ. ചിലയിടത്ത് 70 രൂപ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ 67 രൂപയാണ് കിലോ. ഇവിടെ കല്ലുവാക്കൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ട് തേങ്ങയൊന്നും പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടേ ഇല്ലായിരുന്നു അമ്മ പറയുന്നത് കേൾക്കാം. പക്ഷേ ഞങ്ങളുടെ മടവൂരൊക്കെ തേങ്ങ നമുക്ക് പുരയിടമൊക്കെ വളരെ കുറവായിരുന്നല്ലോ അവിടെ. അതുകൊണ്ട് നമ്മൾ തേങ്ങയൊക്കെ പുറത്തുനിന്ന് മേടിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ഒരുപാട് തേങ്ങയൊക്കെ ഉണ്ടെന്ന് അമ്മ പറയുന്നത് കേൾക്കാം. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും 6:30 ആയി. ഇച്ചിരി ഇട്ട് തുടങ്ങിയായിരുന്നേ. അപ്പോൾ നമ്മുടെ സ്വന്തം ചേച്ചിയുടെ കട, നമ്മൾ സ്ഥിരം മീൻ വാങ്ങുന്ന കട ഇതാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ കടയിൽ വന്ന് മീൻ വാങ്ങാനായിട്ട് വന്നു. നല്ല കിടിലൻ ഫ്രഷ് മീൻ കിട്ടും കേട്ടോ. നല്ല ലാഭമാണ്, ഭയങ്കര വിലയൊന്നുമില്ല. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്നും ഇവിടെ നിന്നാണ് മീൻ മേടിക്കുന്നത്. അപ്പം ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ നമ്മുടെ ഈ ചേച്ചിയുടെ മീൻ കട കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വാങ്ങിച്ചത് കുഞ്ഞു ചൂരയാണ്, വെള്ള ചൂര. അത് 1/2 കിലോ 150 രൂപ. അതും വാങ്ങി 50 രൂപയുടെ നെത്തോലിയും വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ദിവസം കുശാലാവും. ചിലപ്പോൾ നമ്മൾ നെത്തോലി അടുത്ത ദിവസത്തേക്കൊക്കെ എടുക്കും. അങ്ങനെ പിന്നെ നമ്മൾ വണ്ടിയിൽ കയറി നേരെ വീട്ടിൽ വന്നപ്പോഴത്തേനും ജാനും ഇതൊക്കെ കൊണ്ടുപോകത്തിന് പരിഭവമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അനിയത്തിയും ചേച്ചിയും കൂടെ കളിച്ച് തളർന്ന് തിമിർത്ത് അവിടെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ ഒരു സൈക്കിൾ ചോട്ടാൻ പോകുന്ന പരിപാടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇച്ചിരി എക്സസൈസും ആയിക്കോളും. അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് വിയർക്കുന്നുമുണ്ട്. അപ്പോൾ അത്രയൊക്കെയായിരുന്നു. എവിടെയെങ്കിലും പോയിട്ടൊന്നുമില്ല. നമ്മൾ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സെല്ലാം ഒരു കളി നമ്മൾ വീട്ടിലിടുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് എടുക്കുമ്പോൾ എന്തോ ഒരു ആശ്വാസമാണല്ലേ. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.